കണ്ണൻ നായർ, ഈ വാഹനത്തിന്റെ ഫിറ്റ്നസ് അടക്കമുള്ളവ ഇനി പരിശോധിച്ച് വിവരങ്ങൾ അറിയേണ്ടതാണ്. മൈനിങ് ആൻഡ് ജിയോളജിയുടെ അനുമതി ഇല്ലാതെയാണ് മണ്ണ് കയറ്റിക്കൊണ്ട് പോയത് എന്ന് കളക്ടർ വ്യക്തമാക്കുന്നുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ മൊത്തത്തിൽ എല്ലാ കാര്യത്തിലും പിഴവ് ഈ വാഹനത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. കണ്ണൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ ടയറൊക്കെ കണ്ടാൽ തന്നെ നമുക്കറിയാം ഇത് എങ്ങനെയാണ് ഈ റോഡിലൂടെ ഓടുന്നതെന്ന്. മോത്തി, ചോദ്യത്തിന്റെ ഒരു ചോദ്യം ചോദിച്ചതിന് ശബ്ദം വളരെ കുറവാണെങ്കിൽ പോലും ഇപ്പോൾ മോട്ടോർ വാഹന ഈ അപകടത്തിൽപ്പെട്ട ബുള്ളറ്റ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് ഉയർത്തി മാറ്റുകയാണ്. ആ ബുള്ളറ്റിൽ ഇടിച്ച ശേഷമാണ് അപകടമുണ്ടായതെന്നുള്ളതാണ് ദൃക്സാക്ഷികളായിട്ടുള്ള ആൾക്കാർ പറയുന്നത്. ഒരു കയറ്റമാണ്, ആ കയറ്റത്ത് ഇത്രയും വേഗത്തിൽ എങ്ങനെ കയറി വരാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു സംശയം. കാര്യം ആ ലോറിയുടെ ഫിറ്റ്നസ് കൊടുത്ത ഉദ്യോഗസ്ഥരാരാണെന്ന് കൂടി അന്വേഷിക്കേണ്ടതുണ്ട്. കാര്യം ഒരു തരത്തിലുള്ള ഫിറ്റ്നസും ഇല്ലാതെ ഒരു തരത്തിലുള്ള ഫിറ്റ്നസും ഇല്ലാത്തൊരു വാഹനമാണത്. ആ ലോറി ഒരു തരത്തിലുള്ള ഫിറ്റ്നസും ഇല്ല. ആ വാഹനം അമിത വേഗത്തിൽ വരികയും ബുള്ളറ്റിലിടിക്കുകയും ബുള്ളറ്റിൽ ഉണ്ടായിരുന്ന ആളിന് പരിക്കേൽക്കുന്നു. അതുപോലെ തന്നെ അവിടെ നിന്ന വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുന്നു. വിദ്യാർത്ഥികളിൽ ഒരാൾ മരിക്കുന്നു, മുതിർന്നവരായിട്ടുള്ള രണ്ടാൾക്കാർ മരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ബുള്ളറ്റ് ഉയർത്തി മാറ്റാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. ജില്ലാ കളക്ടർ അടക്കമുള്ള ആൾക്കാർ സ്ഥലത്തുണ്ട്. ഈ വാഹനത്തിന് ഫിറ്റ്നസ് നൽകിയത് എങ്ങനെയാണ്, ഫിറ്റ്നസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ജിയോളജി വകുപ്പ് ഈ ജൂൺ ആദ്യം മുതൽ ഇവിടെ മണ്ണെടുക്കാനുള്ള അനുമതി നൽകിയിട്ടില്ല. പിന്നീട് പഞ്ചായത്താണ് മണ്ണെടുക്കാനുള്ള അനുമതി നൽകേണ്ടത്. പഞ്ചായത്തും അനുമതി നൽകിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അങ്ങനെ വന്നാൽ അനധികൃതമായിട്ടുള്ള മണ്ണെടുപ്പാകാൻ സാധ്യത വളരെ ഏറെയാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു വ്യാപ്തി വളരെ വലുതാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അനധികൃതമായി മണ്ണ് എടുത്തുകൊണ്ട് പോയ ശേഷം എങ്ങനെയെങ്കിലും വേഗത്തിൽ ഈ മണ്ണ് എത്തിച്ച് ലാഭം കൊയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആയിരിക്കാം അമിത വേഗത്തിൽ പോയതെന്നുള്ള ഒരു സംശയം കൂടിയുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു പരിശോധനകൾ കൂടി അടിയന്തരമായി നടത്തേണ്ടതുണ്ട്. ഈ വാഹനത്തിന് മണ്ണെടുക്കാനുള്ള ലൈസൻസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിനുള്ള അനുമതി ഉണ്ടായിരുന്നു എന്നുള്ള ഒരു പരിശോധന അത്യാവശ്യമാണ്. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമം തന്നെയാണ് ഇപ്പോൾ നടത്തുന്നത്. ശരി. കൊല്ലം കൊട്ടാരക്കരയിലുണ്ടായ വാഹന അപകടത്തിന്റെ വിശദ വിവരങ്ങളാണ് നമ്മുടെ പ്രതിനിധി കണ്ണൻ നായർ പങ്കുവച്ചത്. കളക്ടറുടെ പ്രതികരണവും അല്പം മുൻപ് ഉണ്ടായിരുന്നു. ഇരുചക്ര വാഹനത്തിൽ തട്ടാതിരിക്കാൻ ഒഴിച്ച് മാറുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ടിപ്പർ ലോറി നിയന്ത്രണം തെറ്റി അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾക്ക് മേലെ വന്ന് വീണത്. അതിൽ ലോറിയിലുണ്ടായിരുന്ന